കേരളത്തിൽ ടാറ്റ ഗ്രൂപ്പിന്റെ 10,000 കോടി രൂപയുടെ കപ്പൽ നിർമ്മാണശാല വരുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ടാറ്റ ഗ്രൂപ്പിനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി യാതൊരു വിവരമില്ലെന്നാണ് അവർ പ്രതികരിച്ചത്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ എന്നോടൊപ്പം ഉള്ളത് മലബാർ ജേണലിന്റെ ചീഫ് എഡിറ്റർ കെ.പി. സേതുനാഥാണ്. സാർ, അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ചാനലിൽ വന്ന് പറഞ്ഞു എന്നാണോ? എന്താണ് അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ? സത്യത്തിൽ ഒരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയിലാണ് വി.ഡി. സതീശൻ, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വി.ഡി. സതീശൻ ഈ പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയപ്പോൾ കേരളം മുഴുവൻ അത് സ്വീകരിച്ചത്. കാരണം 10,000 കോടി രൂപയുടെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, അതും ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ കുടുംബമായ ടാറ്റ ഗ്രൂപ്പിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ ഒന്നായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഇന്ന് അതിനെക്കുറിച്ച് വന്നൊരു വാർത്ത എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പ് ഇങ്ങനെ ഒരു വിവരം അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. വളരെ ഒതൻറ്റിക്കായിട്ടുള്ള നിലയിലുള്ള ഒരു റിപ്പോർട്ടിങ്ങിലാണ് അത് വരുന്നത്. എക്കണോമിക് ടൈംസിൻ്റെ ET ഇൻഫ്ര എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിലാണ് ഈ വാർത്ത വന്നത്. അതായത് ടാറ്റ ഗ്രൂപ്പിൽ വളരെ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് പറഞ്ഞതായിട്ടാണ് ആ റിപ്പോർട്ടിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ഒരിടത്തും തന്നെയും ഒരു ഷിപ്പ് ബിൽഡിങ് അല്ലെങ്കിൽ ഷിപ്പ് യാർഡ് എന്നതിൻ്റെ ഒരു പദ്ധതിയും ടാറ്റ ഗ്രൂപ്പിൻ്റെ മുമ്പിൽ ഇപ്പോഴില്ല എന്നാണ്. എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയ ഒന്നുകിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം എന്തോ ഒരു സമ്മർദ്ദത്തിൽ, അതായത് തൻ്റെ സർക്കാർ വലിയ കാര്യപ്പെട്ട എന്തോ ഒരു നേട്ടമുണ്ടാക്കി എന്നുള്ളത് കാണിക്കാനുള്ളൊരു സമ്മർദ്ദത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തെക്കുറിച്ചിട്ട് വലിയ വിവരമില്ല എന്നുള്ള നിലയിലാണ് ടാറ്റ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഇതിനോട് പ്രതികരിച്ചതെന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഒരു പ്രധാന സാധനം. കാരണം ഒരു കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇത്രയും വലിയ ഒരു പ്രഖ്യാപനം നടത്തുമ്പോഴത്തേക്ക് അതിന് വേണ്ടുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെയും അദ്ദേഹം ശേഖരിച്ചിട്ടില്ല എന്ന് പറയുന്നത് അത്ര ആശ്വാസകരമായിട്ടുള്ള ഒരു സംഗതിയല്ല. അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം ഇത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതും വലിയൊരു പ്രൊജക്റ്റ്, അത് ടാറ്റ ഗ്രൂപ്പ് ഇതുവരെ ഇല്ലാത്ത ഒരു ബിസിനസ് മേഖലയിലേക്ക് അവർ ചുവട് വയ്ക്കുന്നു എന്നെല്ലാം ഉള്ള നിരവധി വശങ്ങൾ അതിനുണ്ട്. അപ്പോൾ അത് വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞു പോകാവുന്ന ഒരു കാര്യമല്ല. അത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയും അതിൻ്റെ വിശ്വാസ്യതയെ കുറിച്ചിട്ടുള്ള ചോദ്യത്തിന് പുറമെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് അകത്തിനെ പറ്റി തന്നെയുള്ളൊരു ഇമേജിന് അത്ര നല്ല ഒരു നിലയിലല്ല ഇങ്ങനെ ലാഘവത്തോടുകൂടി ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. സാർ, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ സമുദ്രത്തിനെ ബേസ് ചെയ്ത് തീരദേശമൊക്കെ വികസിപ്പിക്കുന്ന ഈ ഷിപ്പ് ബിൽഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട പല വലിയ പ്രൊജക്റ്റുകളും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ ഇതിൽ കേരളത്തിൻ്റെ ഒരു സ്ഥാനം എന്താണ്? കേരളത്തിൻ്റെ ഒരു ഫ്യൂച്ചർ ഹോപ്പ് എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ? മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞ ഈ 10,000 കോടി രൂപയുടെ നിക്ഷേപം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വിശ്വാസ്യതയെ കുറിച്ച് കൂടുതൽ സംശയങ്ങൾ വരുന്നത് ഇപ്പം ഹരി സൂചിപ്പിച്ച കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ഷിപ്പ് ബിൽഡിങ്, പിന്നെ ഈ തീരമേഖലകൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമഗ്ര വികസനത്തിനായിട്ട് ഏതാണ്ട് 70,000 കോടി രൂപയുടെ ഒരു വലിയ കോംപ്രഹെൻസീവായിട്ടുള്ള പദ്ധതി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു കമ്പോണൻ്റാണ് ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. അതായത് പുതിയ ഷിപ്പ് ബിൽഡിങ്ങിന് കപ്പലുകൾ ഉണ്ടാക്കുന്നതിനുള്ള കപ്പൽ നിർമ്മാണ അതിനെ അവർ വിഭാവന ചെയ്തിരിക്കുന്നത് അതിനു വേണ്ടി മാത്രമായിട്ട് തന്നെ ഈ ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റുകൾക്ക് വേണ്ടി തന്നെ ഒരു 20,000 കോടി രൂപയോളം ഉള്ള ഒരു സാമ്പത്തിക സഹായത്തിൻ്റെ ഒരു പാക്കേജ് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും അതിൻ്റെ അതിൻ്റെ മുൻഗണനകൾ എന്തെല്ലാമാണ്, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. 2026 മുതൽ 2036 വരെയുള്ള 10 വർഷ കാലയളവിലാണ് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണത്. അതിൽ ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്റേഴ്സ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്റേഴ്സിന് വേണ്ടുന്ന മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് അവർ നിർവചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണത്തിന് ഒരു ഷിപ്പ് ബിൽഡിംഗ് ക്ലസ്റ്ററിന് വേണ്ടത് 2 കിലോമീറ്റർ നീളത്തിലുള്ള വാട്ടർ ഫ്രണ്ട്, അതാണ് ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ. എന്നിട്ട് 2000 ഏക്കർ ഭൂമി. അപ്പോൾ ഈ 2000 ഏക്കറിൽ 1000 ഏക്കർ ഭൂമി ഈ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടും മറ്റത് അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടും ഉള്ളതാണ്. ഈ 2000 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ഈ പറയുന്ന
ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന ഈ ഗ്രീൻഫീൽഡ് പ്രൊജക്റ്റിന് വേണ്ടി വരുന്ന കമ്പനികൾക്ക് കൈമാറണമെന്നുള്ളതാണ് ഇത്. അത് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അങ്ങനെ പല രീതിയിലുമുള്ള ഇതിലാണ് അതിൻ്റെ ഇതെല്ലാം ഉള്ളത്. അത്തരം വിവരങ്ങളെല്ലാം തന്നെ ഇന്ന് പബ്ലിക് ഡൊമൈനിൽ ഉള്ളതാണ്. ഈ കാര്യത്തിൽ ET ഇൻഫ്രയിൽ തന്നെ വന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളാണ് ഇതുവരെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതി പ്രകാരം എന്തെങ്കിലും ഇനിഷ്യേറ്റീവുകൾ എടുത്തിട്ടുള്ളത്. അതായത് തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. അവർ ഈ നിലയിൽ ഇങ്ങനെ 3-4 ഗ്രീൻഫീൽഡ് ഷിപ്പ് ബിൽഡിംഗ് പ്രൊജക്റ്റുകളെ കുറിച്ചിട്ടുള്ള പ്രസൻറ്റേഷൻ ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. കേരളം ഇതുവരെ അങ്ങനെ ഒരു പ്രസൻറ്റേഷൻ നടത്തിയതായിട്ട് രേഖകളൊന്നുമില്ല. എന്ന് മാത്രമല്ല ഈ ഒരു സ്കീമിൽ കേരളം ഏതെങ്കിലും നിലയിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതായിട്ടോ തെളിവുകളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മുഖ്യമന്ത്രി വന്നിട്ട് പൊടുന്നനെ പറയുന്നത് നമുക്കിങ്ങനെ ഒരു 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോകുന്നുണ്ട്, അത് 1 മാസത്തിനകം നമ്മൾ തീരുമാനമെടുക്കും. അപ്പോൾ ഇതിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഒരു ബേസിക് ആയിട്ടുള്ള ചില ഇൻഫർമേഷൻ അല്ലെങ്കിൽ നയപരമായിട്ടുള്ള ഒരു ഇൻഫർമേഷനെ കുറിച്ചിട്ട് ഒന്നുകിൽ ധാരണയില്ലാത്തതാണോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് വേണ്ട അവധാനതയോടുകൂടി പരിശോധിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം പറയുന്നതാവും നല്ലത്. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ഇതിനകത്തുനിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിലെ സാധാരണ രാഷ്ട്രീയ വിവാദങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്ന പോലെയല്ല. നിങ്ങൾ വലിയൊരു ഗ്ലോബൽ ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിയുടെ മുമ്പിലാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. കാരണം ഈ വിവരം പറയുന്നത് ബ്ലൂംബർഗ് ടെലിവിഷനോട് കൂടിയിട്ടാണ്, ടെലിവിഷൻ എന്ന് പറയുന്ന മാധ്യമത്തിനോടാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ ആ ബ്ലൂംബർഗ് ടെലിവിഷനിൽ വന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖം കണ്ട ടാറ്റ ഗ്രൂപ്പിൻ്റെ സീനിയർ എക്സിക്യൂട്ടീവ് പറഞ്ഞത് മുഖ്യമന്ത്രി എന്താണോ പറയുന്നതെന്ന് അല്ല പറയാൻ ഉദ്ദേശിച്ചതാണോ അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമാവുന്നില്ല എന്നാണ് പറയണത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇമേജ് എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രി VD സതീശൻ്റെ വ്യക്തിപരമായ ഒരു പ്രശ്നമല്ല, ഒരു സംസ്ഥാനത്തിൻ്റെ തന്നെ മൊത്തം ഇമേജിൻ്റെ പ്രശ്നമാണെന്നുള്ളത് കൂടി നമുക്കിതിനകത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ സ്കീമിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും അറിയാമായിരിക്കും. ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഇന്ത്യയിൽ എല്ലാവരും ഈ മേഖലയുമായിട്ട് ബന്ധപ്പെടുന്നവരെല്ലാവരും തന്നെ അതിൽ വരുന്ന പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ചിട്ട് വളരെ കാര്യമായി അതിനെ പിന്തുടർന്നിട്ടിരിക്കുകയാണ്. അതിൽ എന്തെല്ലാം പുരോഗതിയുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ വരുന്നത്. അത് പ്രത്യേകിച്ച് ഈ മേഖല കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ, ഇപ്പം ഈ P. മനോജ് എന്ന് പറഞ്ഞിട്ടുള്ള ജേർണലിസ്റ്റാണ്, ബോംബെ ബേസ്ഡ് ജേർണലിസ്റ്റാണ്. അദ്ദേഹം ഈ മേഖലയിൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ മേഖലയെ പിന്തുടരുന്ന ജേർണലിസ്റ്റാണ്. അപ്പോൾ അവരെല്ലാം തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ആരാണ് ഈ മേഖലയിൽ ഈ പുതിയ പ്രൊജക്റ്റ് വരുന്നത്. ഒരു ഷിപ്പ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു കപ്പൽശാല നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ മേജർ ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത് വലിയ നയപരമായിട്ടുള്ള സംഭവമാണ്. കാരണം ഇന്ത്യയിൽ കപ്പൽ നിർമ്മാണത്തിൻ്റെ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാവണമെന്ന് പല രീതിയിലായിട്ടുള്ള നയപരമായിട്ടുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിൻ്റേതുണ്ട്. കാരണം ഷിപ്പ് ബിൽഡിങ്ങിൽ ഇന്ന് ലോകത്തിലെ ഷിപ്പ് ബിൽഡിങ്ങിൻ്റെ ഏതാണ്ട് 50% ചൈനയാണ് നിയന്ത്രിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ സൗത്ത് കൊറിയയാണ്. അപ്പോൾ ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു വർഷം $75 ബില്യൺ നമ്മൾ മറ്റ് കപ്പൽ കമ്പനികൾക്ക് കൊടുക്കുന്നത്, നമ്മുടെ കയറ്റുമതി ഇറക്കുമതി ഇതിൻ്റെ ചിലവുകൾക്കായിട്ട്. അപ്പോൾ അത്തരം നമുക്ക് സ്വന്തമായിട്ട് ഷിപ്പുകളില്ലാത്തതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷിപ്പിംഗ് ലൈൻസിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡിപ്പെൻഡൻസി എല്ലാം ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു പോളിസി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രി ഫോളോ ചെയ്യുന്ന എല്ലാവരും തന്നെ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും ഉറ്റുനോക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണിത്. അപ്പം അവിടെയാണ് നമ്മൾ ഒരു ഇതുമില്ലാതെ വന്നിട്ട് വളരെ ലാഘവത്തോടു കൂടി നമുക്ക് 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ പോകുന്നു, 1 മാസത്തിനകം നമ്മൾ തീരുമാനം എടുക്കാൻ പോകുന്നു എന്നെല്ലാം പറയുമ്പോഴത്തേക്ക് അതെന്താണ്, എവിടെയാണ് കേരളത്തിൽ ഈ ഒരു നിലയിൽ 2 കിലോമീറ്റർ ദൂരത്തിലുള്ള വാട്ടർ ഫ്രണ്ടുള്ള ഒരു തീരമുണ്ടോ? ആ തീരത്തിനോടനുബന്ധമായിട്ട് 2000 ഏക്കർ ഭൂമി കൊടുക്കാനുണ്ടോ? ഇതെല്ലാം പ്രാഥമികമായ മാനദണ്ഡങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ വ്യക്തമായ ധാരണ ഉണ്ടായിട്ട് വേണം പൊതുവിൽ
അല്ലെങ്കിൽ പബ്ലിക്കിൽ ഈ കാര്യം പറയേണ്ടത് എന്നുള്ള ഒരു മര്യാദ കേരളത്തിലെ രാഷ്ട്രീയക്കാരായാലും ഉദ്യോഗസ്ഥരായാലും കാണിക്കേണ്ടതുണ്ട്. കാരണം വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയല്ല. കാരണം ഇന്നത്തെ ഇൻഫർമേഷൻ യുഗത്തിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ലോകം മുഴുവൻ വ്യാപിക്കുകയും അതനുസരിച്ചിട്ട് അതിനോടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും.